കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2025 ഡിസംബർ മാസം 16-ാം തീയതി, മലയാള മാസം ധനു 1-ാം തീയതിയാണ്. ധനുമാസം മഹാവിഷ്ണു പ്രീതികരമായ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. ഭഗവാൻ മഹാവിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മാസം അത് ധനുമാസമാണ് എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്നത് നമ്മുടെ സൗത്ത് ഇന്ത്യൻസ് ആണ്. ദക്ഷിണേന്ത്യയിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ധനുമാസത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, പ്രത്യേകിച്ച് വൈഷ്ണവ ക്ഷേത്രങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ ധനുമാസത്തിൽ ഭഗവാന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളല്ലാതെ മറ്റൊരു കർമ്മവും വൈഷ്ണവർ അനുഷ്ഠിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഈ മാസത്തിന് ശൂന്യമാസം എന്നുകൂടി പറയുന്നുണ്ട്. ധാരാളം പുരാണങ്ങളിൽ ഈ ധനുമാസത്തിൻ്റെ പ്രത്യേകതയെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഭഗവത് പ്രീതികരങ്ങളായ കാര്യങ്ങൾ മാത്രമേ ഈ മാസത്തിൽ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാനധർമ്മങ്ങൾ അനുഷ്ഠിക്കുക, അതിരാവിലെ ഉണർന്ന് എഴുന്നേറ്റ് കുളിച്ച് വിളക്കു തെളിയിച്ചുള്ള പ്രാർത്ഥന, പ്രത്യേകിച്ച് ബ്രഹ്മമുഹൂർത്തത്തിലുള്ള പ്രാർത്ഥന, അതിൽ തന്നെ 3:30 മണിക്കുള്ള, അതായത് അതിരാവിലെ 3:30 ആ സമയത്തുള്ള പ്രാർത്ഥന, അതിനൊക്കെ തന്നെ വളരെ വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ധാരാളം ആചാര്യന്മാർ പറഞ്ഞതനുസരിച്ചിട്ട് ഈ 3:30 എന്ന സമയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത്. ധാരാളം അനുഭവങ്ങളും ഉണ്ടാകാറുണ്ട്. കാരണം നമ്മളിപ്പോൾ ഒരു 6 മണി അല്ലെങ്കിൽ 7 മണി 8 മണി 9 മണി ഈ സമയത്ത് ഒക്കെയുള്ള പ്രാർത്ഥന, അല്ലെങ്കിൽ സന്ധ്യാസമയത്തുള്ള പ്രാർത്ഥന, ആ പ്രാർത്ഥനകളേക്കാൾ കൂടുതൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിക്കുന്നത് ഈ 3:30 ആ സമയത്തുള്ള പ്രാർത്ഥന, അതായത് അതിരാവിലെയുള്ള പ്രാർത്ഥന. ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് സൂര്യോദയ സമയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഓരോ സ്ഥലങ്ങളിലും ഓരോ ദിവസവും സൂര്യൻ ഉദിക്കുന്നതിന് വ്യത്യാസം വരാറുണ്ട്. അതായത് സൂര്യോദയത്തിന് 1 മണിക്കൂർ 36 മിനിറ്റ് മുമ്പുള്ള സമയം, മുമ്പ് ഒരു 48 മിനിറ്റ് ദൈർഘ്യമുള്ള ആ ഒരു സമയത്തെയാണ് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ഇപ്പോൾ 6 മണിക്കാണ്, രാവിലെ 6 മണിക്കാണ് സൂര്യൻ ഉദിക്കുന്നതെങ്കിൽ 6 മണിയിൽ നിന്ന് 1 മണിക്കൂർ 36 മിനിറ്റ് കുറയ്ക്കുമ്പോൾ 4 മണി 24 മിനിറ്റാണ്. അപ്പോൾ ബ്രഹ്മമുഹൂർത്തം തുടങ്ങുന്നത് 4 മണി 24 മിനിറ്റിലാണ്. ആ 4 മണി 24 മിനിറ്റിൻ്റെ കൂടെ 48 മിനിറ്റും കൂടി കൂട്ടിക്കഴിയുമ്പോൾ 5 മണി 12 മിനിറ്റാണ്. അപ്പോൾ ആ സമയമാണ്, ആ ഒരു 48 മിനിറ്റാണ് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. ആ സമയത്തെ പ്രാർത്ഥനയ്ക്കും വളരെ വളരെ ഫലം ലഭിക്കും. അതിനേക്കാൾ അല്പം ഒരു പടി കൂടി കടന്ന് ഒരു ഫലം ലഭിക്കുന്നതാണ് ഈ 3 മണി 30 മിനിറ്റ് എന്നുള്ള ആ ഒരു സമയം. ആ സമയത്ത് പ്രകൃതിക്ക് തന്നെ ഒരു വല്ലാത്ത ശക്തി വിശേഷമുണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആകാശഗോളങ്ങൾക്ക് നല്ല ഒരു ശക്തിയുള്ള സമയമാണ്. ഈ ആകാശഗോളങ്ങളും നമ്മുടെ മനുഷ്യ ശരീരവുമായിട്ട് ഒരു ബന്ധം ആ സമയത്ത് ഉണ്ടാകും, പ്രകൃതിയുമായി ഒരു ബന്ധമുണ്ടാകും എന്നൊക്കെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ധാരാളം പഠനങ്ങളും അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പല ആചാര്യന്മാരും ഈ സമയത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഈ സമയത്തുള്ള പ്രാർത്ഥനയ്ക്ക് വലിയ ഫലസിദ്ധിയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഗുരുവായൂർ പോലെയുള്ള മഹാക്ഷേത്രങ്ങളിൽ അതിരാവിലെ നമ്മൾ നിർമാല്യം കണ്ട് തൊഴുത് ഇറങ്ങുമ്പോൾ ആ ദിവസം, ആ സമയത്ത് നമ്മൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഉണ്ടാകുന്ന ആ ഒരു പ്രത്യേകമായ ഒരു അനുഭൂതി, ആ ഒരു അനുഭവം നമുക്ക് മറ്റൊരു സമയത്തും പ്രാർത്ഥിക്കുമ്പോൾ കിട്ടാറില്ല. ആ സമയത്ത് നമ്മളും ഈശ്വരനും മാത്രമാണ്, എങ്ങും ഭക്തിമയമാണ്. നമ്മുടെ വീട്ടിലിരുന്നാണ് നമ്മൾ ആ സമയത്ത് ഒരു ദീപം തെളിയിച്ച് ആ ദീപത്തിലേക്ക് നോക്കിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ മറ്റൊരു
ശക്തിയും നമ്മളെ ശല്യപ്പെടുത്താനില്ല. നമ്മളും ഈശ്വരനുമായി മാത്രമുള്ള, നമ്മളും പ്രകൃതിയുമായി മാത്രമുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷനാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 3:30 എന്ന സമയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതല്ലെങ്കിൽ തന്നെ ഒരു 3:30 മുതൽ അല്ലെങ്കിൽ ഒരു 3 മണി മുതൽ ഒരു 5:30 മണി വരെയുള്ള ആ ഒരു സമയം, ആ സമയത്ത് എപ്പോഴാണോ നിങ്ങൾക്ക് ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ, ഒരു വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നത്, ആ സമയത്ത് പ്രാർത്ഥിച്ചു കൊള്ളുക. ഈ ധനുമാസം 1-ാം തീയതി മുതൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാകും. ഒരു 4 മണി അല്ലെങ്കിൽ ഒരു 5 മണിയൊക്കെ കഴിയുമ്പോൾ അല്പം തിരക്കൊക്കെ ആയി തുടങ്ങും. നമുക്ക് നമ്മുടെ മറ്റു ജോലികളിലേക്ക് പ്രവേശിക്കേണ്ടതായിട്ട് വരും. റോഡിലൂടെ ചിലപ്പോൾ വണ്ടിയൊക്കെ ആ സമയത്ത് പോയെന്നിരിക്കും. അപ്പോൾ ഒരു തടസ്സങ്ങളുണ്ടാകും. അതുകൊണ്ട് കുറച്ചും കൂടെ ഒരു 3:30 മണി നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, ഞാൻ എപ്പോഴും പറയുന്നത് 3:30 മണി, ആ സമയത്ത് വളരെ വളരെ ശ്രേഷ്ഠമായ സമയമാണ്. ആ സമയത്ത് ഒന്നുകിൽ ഒരു നിലവിളക്ക് തെളിയിച്ചിട്ട്, ഒരു തിരി ആയാലും മതി, അല്ലെങ്കിൽ 2 തിരി അല്ലെങ്കിൽ 5 തിരിയൊന്നും നിങ്ങൾ ആ സമയത്ത് തെളിയിക്കണമെന്നില്ല. അല്ലെങ്കിൽ ഒരു തിരി മാത്രമായാലും മതി, കിഴക്കോട്ട് തെളിയിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു മൺചിരാത് എടുത്തിട്ട് കിഴക്കോട്ട് തെളിയിച്ചിട്ട് ആ വിളക്കിലേക്ക് നോക്കിയിരുന്ന് നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ പ്രാർത്ഥനകളും പ്രാർത്ഥിക്കുക. നിങ്ങളും ഭഗവാനുമായി സംസാരിക്കുക. നിങ്ങളുടെ ആവശ്യങ്ങളും നിങ്ങളുടെ സങ്കടങ്ങളും പരിഭവങ്ങളും സന്തോഷങ്ങളും എല്ലാം നിങ്ങൾക്ക് ആ സമയത്ത് ഭഗവാനോട് പറയാം. നിങ്ങളുടെ ഓരോ സന്തോഷങ്ങളും ഭഗവാനോട് പറഞ്ഞിട്ട്, ആ സന്തോഷങ്ങൾ ഭഗവാൻ നമുക്ക് നൽകിയതിന് ഭഗവാനോട് നമുക്ക് നന്ദി പറയാം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ പരാതി മാത്രം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. പരാതിയും നമുക്ക് പറയാം, പരിഭവങ്ങളും പറയാം, വേണമെങ്കിൽ ഒന്ന് കരയാം, ഒക്കെ ചെയ്യാം. പക്ഷേ നമുക്ക് ലഭിച്ചിരിക്കുന്ന, നമുക്ക് ഭഗവാൻ തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾ കൂടി ഒന്ന് ഓർത്തെടുത്ത് ഓരോന്നിനും നമ്മൾ ഭഗവാനോട് നന്ദി പറയണം. അങ്ങനെ നിങ്ങളും ഭഗവാനും മാത്രമുള്ള ഒരു സമയമായി നിങ്ങൾ കണക്ക് കൂട്ടുക. തീർച്ചയായിട്ടും വലിയ വലിയ വ്യത്യാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇതുവരെ ചെയ്തു തുടങ്ങിയിട്ടില്ലാത്ത ആളുകൾ ധനുമാസം 1-ാം തീയതി മുതൽ ചെയ്തു നോക്കിക്കൊള്ളുക. 2025 ഡിസംബർ മാസം 16-ാം തീയതി ചൊവ്വാഴ്ചയാണ് ആ ദിവസം മുതൽ അതിരാവിലെ എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ച്, കഴിയുമെങ്കിൽ വിഷ്ണു സഹസ്രനാമം, ശിവസഹസ്രനാമം ഒക്കെ തന്നെ ജപിച്ചു പ്രാർത്ഥിച്ചു കൊള്ളുക. നിങ്ങൾക്ക് ഏതു ദേവനെയാണോ പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് തോന്നുന്നത്, ആ ദേവനെ പ്രാർത്ഥിക്കുക. പിന്നെ ഒരു കാര്യം, കഴിയുന്നതും ഒരേ സമയം തന്നെ എല്ലാ ദിവസവും നിങ്ങൾ ഈ കർമ്മം അനുഷ്ഠിക്കുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. കാരണം നിങ്ങളെ കാത്ത് ആ സമയത്ത് ഭഗവാൻ ഇരിക്കുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം ഭഗവാനെ ഇരുത്തി നിങ്ങൾ കഷ്ടപ്പെടുത്തരുത്. കൃത്യമായി ഒരേ സമയത്ത് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരേ ഈശ്വരനെ വിളിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ മനസ്സിൽ ഏത് ഭഗവാനെയാണോ നമുക്ക് പ്രാർത്ഥിക്കുവാൻ തോന്നുന്നത്, ആ ഭഗവാനെ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ആ ഒരു ഈശ്വരനുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റിയ ദിവസം അത് തുടങ്ങുന്നു. അതാണ് ധനുമാസം 1-ാം തീയതി. മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുവാൻ ഏറ്റവും ശ്രേഷ്ഠമായ സമയങ്ങളാണ്. ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ ചെയ്യുക. അതായത് ഈ ഒരു മാസം നിങ്ങൾ ഏതെങ്കിലും ഒരു പദാർത്ഥം, നിങ്ങളുടെ ആഹാര പദാർത്ഥം, ഏതെങ്കിലും ഒരു പദാർത്ഥം നിങ്ങൾ ഭഗവാന് വേണ്ടി ഉപേക്ഷിക്കുക. ഒന്നുകിൽ നിങ്ങൾക്ക് പാല് ഉപേക്ഷിക്കാം, അല്ലെങ്കിൽ മോര്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പച്ചക്കറി, അല്ലെങ്കിൽ ഗോതമ്പ്, എന്തുവാണോ നമുക്ക് ഉപേക്ഷിക്കുവാൻ സാധിക്കുന്നത് അത് നമുക്ക് ഉപേക്ഷിക്കാം. നമുക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സാധനം, ഏതെങ്കിലും ഒരു സാധനം, അല്ലെങ്കിൽ നമ്മൾ അമിതമായി ഏതെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥം അമിതമായി കഴിക്കുന്നുണ്ട്. ചില ആളുകൾ അമിതമായി മധുരം കഴിക്കും. അപ്പോൾ മധുരം വേണമെങ്കിൽ നമുക്ക് ഉപേക്ഷിക്കാം. അല്ലെങ്കിൽ നമ്മൾ ലഡ്ഡു അത് നമ്മൾ കഴിക്കുന്നില്ല, അല്ലെങ്കിൽ പാൽപ്പായസം കഴിക്കുന്നില്ല, ഇങ്ങനെ ഏതെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ ഉഴുന്നു ചേർത്ത പലഹാരങ്ങൾ കഴിക്കുന്നില്ല. അങ്ങനെ നമുക്ക് ഏതാണോ നമുക്ക് പറ്റുന്നത് അത് നമുക്ക് ഈ ഒരു മാസം ഭഗവാന് വേണ്ടി ഒന്ന് ഉപേക്ഷിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഇതൊക്കെ ഒരു ത്യാഗ മനസ്ഥിതിയാണ് നമ്മളിൽ ഉണ്ടാക്കുന്നത്. അതായത് ഉപേക്ഷിക്കാനുള്ള ഒരു ശ്രമം, നമ്മുടെ മനസ്സിന് ആ ഉപേക്ഷിക്കാനുള്ള നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു ശ്രമത്തെ നമുക്ക് ഈ സമയത്ത് എന്ത് ചെയ്യാം, വർദ്ധിപ്പിക്കാം. കാരണം പലപ്പോഴും നമുക്ക് എല്ലാവർക്കുമുള്ള പ്രശ്നമാണ്, ഒന്നും ഉപേക്ഷിക്കാൻ പറ്റില്ല. എല്ലാം നമുക്കിങ്ങനെ വേണം, ആഗ്രഹങ്ങൾ. അങ്ങനെയുള്ള നമ്മുടെ ചില ആഗ്രഹങ്ങളെ നമുക്ക് മനഃപൂർവ്വം
ഈ ഒരു മാസം ഉപേക്ഷിക്കാം ഏതെങ്കിലും ഒരു കാര്യം. നിങ്ങൾക്ക് ഏത് കാര്യമാണ് ഉപേക്ഷിക്കുവാൻ സാധിക്കുന്നത് എന്ന് നിങ്ങൾ ഓരോരുത്തരും കമൻ്റ് ഇടണം. ഞാൻ ഈ ഒരു മാസം ഞാൻ ഇത് ഉപേക്ഷിക്കും, അങ്ങനെ നിങ്ങൾക്ക് കമൻ്റ് ഇടാം. അപ്പോൾ എനിക്കറിയാൻ സാധിക്കുമല്ലോ നിങ്ങൾ ഏതാണ് ഉപേക്ഷിക്കുന്നത് എന്ന്. എന്നിട്ട് എന്തു ചെയ്യണം? പരമാവധി സമയം നാമം ജപിക്കുക. ഭഗവാന് വേണ്ടി സന്ധ്യാസമയത്തോ രാവിലെയോ ഒക്കെ തന്നെ ഒരു നെയ്ദീപം തെളിയിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഈ അതിരാവിലെയുള്ള പ്രാർത്ഥന അത് ശീലമാക്കിയിട്ടില്ലാത്ത ആളുകൾ, ആരെങ്കിലും അത് ശീലമാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായും അതിരാവിലെയുള്ള പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ ശീലമാക്കുക. വ്യത്യാസം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. നാമം ജപിച്ചുകൊണ്ടിരിക്കുക. കൃത്യം ഒരേ സമയത്ത് തന്നെ ജപിക്കാനായി ശ്രദ്ധിക്കുക. ഇനി ഒരു സംശയം അവിടെ വീണ്ടും ഉണ്ടാകും, ഇങ്ങനെ ജപിച്ചു തുടങ്ങുമ്പോൾ എനിക്ക് പീരീഡ്സ് ആകും, ഞാൻ എന്തു ചെയ്യും? അപ്പോൾ എനിക്ക് വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുവാൻ സാധിക്കത്തില്ലല്ലോ. അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാകുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് പീരീഡ്സ് ആയാലും നിങ്ങൾ എന്ത് ചെയ്യുക? അതിരാവിലെ തന്നെ ഉണരുക, കുളിക്കുക. എന്നിട്ട് എവിടെയെങ്കിലും ശുദ്ധമായി വൃത്തിയായി നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് പോയി ഇരിക്കുക. വിളക്കൊന്നും തെളിയിക്കേണ്ട, നിങ്ങൾ സഹസ്രനാമം അങ്ങനെയുള്ള നാമങ്ങളൊന്നും ജപിക്കേണ്ട. നിങ്ങൾ ഭഗവാനോട് അല്ലെങ്കിൽ ഈ പ്രകൃതിയോട് ആ സമയത്ത് നിങ്ങൾക്ക് സംസാരിക്കാം. തലേ ദിവസം നടന്ന കാര്യങ്ങളൊക്കെ തന്നെ ഭഗവാനോട് നിങ്ങൾക്ക് സംസാരിക്കാം. ഈ പ്രകൃതിയോട് നിങ്ങൾക്ക് പറയാം. തലേ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിച്ച സൗഭാഗ്യങ്ങളെപ്പറ്റി നിങ്ങൾക്ക് പറയാം, നന്ദി പറയാം. നമുക്ക് ഈ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന നല്ല നല്ല കാര്യങ്ങളെപ്പറ്റി പറഞ്ഞ് നമുക്ക് നന്ദി പറയാം. അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ അത് നിങ്ങൾക്ക് ഭഗവാനോട് പറയാം. നാരായണ 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 എന്ന് നിങ്ങൾക്ക് ജപിക്കാം. ഹരേ കൃഷ്ണ എന്ന മഹാമന്ത്രം നിങ്ങൾക്ക് ജപിക്കാം. അങ്ങനെ ഏത് ദേവതയാണോ നിങ്ങൾ മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കുന്നത് ആ ഭഗവാനോട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് സംസാരിക്കാം, നന്ദി പറയാം, നിങ്ങളുടെ ആവശ്യങ്ങൾ പറയാം. പക്ഷേ ഒരു കാരണവശാലും ആ സമയത്ത് നിങ്ങൾ സംസാരിക്കാതിരിക്കരുത്. പീരീഡ്സ് ആണല്ലോ, അതുകൊണ്ട് ആ 7 ദിവസം ഞാൻ വരുന്നില്ല എന്ന് നിങ്ങൾ പറയരുത്. നിങ്ങളുടെ ശരീരം ശുദ്ധിയാകുന്ന ആ ദിവസം വരെ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു വൃത്തിയുള്ള സ്ഥലത്ത് പോയിരുന്നു കൊണ്ട് കുളിച്ച് നിങ്ങളും ഈശ്വരനുമായിട്ടുള്ള ആ ഒരു സംഭാഷണം, ആ സംഭാഷണത്തിന് ഒരു മുടക്കവും വരുത്തരുത്. നാമം ആ സമയത്തും ചെറിയ ചെറിയ നാമങ്ങൾ നിങ്ങൾക്ക് ജപിക്കാം. നാരായണ എന്ന് ജപിക്കാം, ഹരേ കൃഷ്ണ എന്ന മഹാമന്ത്രം ജപിക്കാം. ഇനി ശിവനെയാണ്, മഹാദേവനെയാണ് നിങ്ങൾ മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഭഗവാനെ മഹേശ്വര 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 എന്ന് നിങ്ങൾക്ക് ജപിക്കാം. ആ സമയത്ത്, അതായത് പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ പൂജാമുറിയിൽ കയറുന്നില്ല, വിളക്ക് തെളിയിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഭഗവാനോട് സംസാരിക്കുന്നതിന് ഇതൊന്നും യാതൊരു തടസ്സവും അല്ല എന്ന് നിങ്ങൾ ഓർക്കുക. അതുകൊണ്ട് ആ ദിവസങ്ങളും നിങ്ങൾ തീർച്ചയായിട്ടും ഭഗവാനോട് സംസാരിക്കണം. നമുക്ക് ഈ ബീജാക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള മന്ത്രങ്ങൾ ഒന്നും ജപിക്കാൻ സാധിക്കുകയില്ല. അതല്ലാതെ ഭഗവാനോട് സംസാരിക്കുന്നതിന് യാതൊരു തടസ്സങ്ങളുമില്ല. ആ സമയത്ത് നിങ്ങൾ എന്തോർക്കണം? ദ്രൗപദിയെ നിങ്ങൾ ഓർക്കണം. രജസ്വലിയായിരിക്കുന്ന ദ്രൗപദി ഭഗവാനെ വിളിച്ചു കരഞ്ഞു. ആ സമയത്ത് ഭഗവാൻ ദ്രൗപദിയെ രക്ഷിക്കാനായി ഓടി വന്നു എന്നുള്ള ആ കഥ നിങ്ങൾ ഓർക്കണം. നിങ്ങളെപ്പോഴും വിശ്വാസികളായിരിക്കണം, അന്ധവിശ്വാസികളാകരുത്. നിങ്ങൾക്ക് മനസ്സിലായി ധനുമാസത്തിൻ്റെ പ്രത്യേകത എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ ഏത് പദാർത്ഥമാണ് ഉപേക്ഷിക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ട് ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ഇടണം. അതിരാവിലെ എത്ര പേർ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും എന്നുള്ള കാര്യം അതും കൂടി കമൻ്റ് ഇടണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇതുവരെ പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒരിക്കലും പരിഹരിക്കാൻ സാധിക്കുകയില്ല എന്ന് ഏതെങ്കിലും ഒരു വിഷയം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. തീർച്ചയായിട്ടും മാറ്റമുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.